വടക്കൻ കേരളത്തിൽ അമ്മ ദൈവങ്ങളിലൊന്നായി കെട്ടിയാടുന്ന നീലിയാർ ഭഗവതിയുടെ കഥ അല്പം ഭയപ്പെടുത്തുന്നതാണ്. കോട്ടത്തമ്മ, ഒറ്റത്തിറ തുടങ്ങിയ പേരുകളിലും ഈ തെയ്യം അറിയപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ മോറാഴക്കടുത്ത് മാങ്ങാട്ടുപറമ്പ് നീലിയാർ കോട്ടത്താണ് ഈ തെയ്യം കെട്ടിയാടി വരുന്നത്. 19 ഏക്കർ വിസ്താരത്തിലുള്ള ഈ കാവിൽ വൈകുന്നേരം സൂര്യാസ്തമന സമയത്താണ് തെയ്യക്കോലം ഇറങ്ങുക. ചെറുകുന്ന്, എരിഞ്ഞിക്കൽ, മാതമംഗലം എന്നിവിടങ്ങളിലും നീലിയാർ ഭഗവതിയുടെ സ്ഥാനങ്ങൾ ഉണ്ട്. വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് കോലം കെട്ടുന്നത്. ഒറ്റ ചെണ്ടയും കുറച്ചു വാദ്യങ്ങളും മാത്രമാണ് ഉപയോഗിക്കുന്നത്. നീലിയാർ ഭഗവതിയുടെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. കണ്ണൂരിലെ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ ജീവിച്ചിരുന്ന സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു നീലി. മണത്തണയിലെ നാട്ടുരാജാവിനാൽ ഒരു നാൾ നീലി അപമൃത്യുവിനിരയായി. പിന്നീട് നീലി യക്ഷിയായി മാറുന്നു. മണത്തണ ഇല്ലത്ത് എത്തുന്ന യാത്രികർ കുളിക്കാനായി ഇല്ലക്കുളത്തിൽ എത്തുമ്പോൾ സുന്ദര രൂപത്തിൽ വന്ന് നീലി അവരോട് എണ്ണയും താളിയും വേണോ എന്ന് ചോദിക്കും. അങ്ങനെ തൻ്റെ അരികിലെത്തുന്നവരെ നീലി കൊന്ന് ചോര കുടിക്കുമായിരുന്നു. ആ കുളത്തിൽ കുളിക്കാനായി ചെന്നവരാരും പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. ഒരിക്കൽ പണ്ഡിതനായ കാളക്കാട്ട് ഇല്ലത്തെ നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിനു മുമ്പായി കുളിക്കാനായി ഇല്ലക്കുളത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു. ആരെന്ന ചോദ്യത്തിന് നമ്പൂതിരി കാളക്കാട്ട് എന്ന് പറഞ്ഞു. മറുചോദ്യത്തിന് കാളി എന്ന് നീലിയും മറുപടി പറഞ്ഞു. നീലി നമ്പൂതിരിക്ക് എണ്ണയും താളിയും നൽകി. അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞ് അദ്ദേഹം എണ്ണയും താളിയും കുടിച്ചു. അമ്മ എന്ന് വിളിച്ചപ്പോൾ നീലിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹത്തെ കൊല്ലാതെ വിട്ടു. അമ്മ എന്ന വിളിയിൽ ദേവി സംപ്രീതയായി. ഉള്ളിലെ സംഹാരഭാവം മാതൃത്വത്തിൻ്റെ ഊഷ്മളതയിലേക്ക് മാറി. തന്ത്രി അനുഗ്രഹിച്ച ദേവി ഇങ്ങനെ പറഞ്ഞു: നിന്റെ യാത്രയിൽ ഇനി ഞാനുമുണ്ട്. ഏറെ പടിഞ്ഞാറോട്ട് പോയാൽ നരിയും പശുവും മൈത്രീഭാവത്തിൽ കഴിയുന്ന ദേശമുണ്ട്. അവിടെ ഞാൻ ഇരിക്കാം. ദേവിയെ നമസ്കരിച്ച തന്ത്രി വേഗം തന്നെ യാത്രക്കൊരുങ്ങി. പിന്നീട് നമ്പൂതിരിയുടെ ഓലക്കുടയിൽ കയറി ദേവിയും കൂടെ പുറപ്പെട്ടു. പടിഞ്ഞാറേക്ക് പുറപ്പെട്ട് മാങ്ങാട്ടുപറമ്പിലെത്തിയപ്പോൾ പശുവും പുലിയും ഒരുമിച്ചു മേയുന്ന ഒരു കാട് കാണുകയുണ്ടായി. അങ്ങനെ അവിടെ കുട ഇറക്കി വെച്ച് വിശ്രമിച്ചു എന്നാണ് ഐതിഹ്യം. സാധാരണയായി വടക്കൻ കേരളത്തിൽ തുലാമാസത്തിലാണ് തെയ്യക്കാലം ആരംഭിക്കുന്നത്. ഇടവപ്പാതിയിൽ വളപട്ടണം കളരിവാതിക്കൽ ക്ഷേത്രത്തിൽ ഭഗവതിയുടെ തിരുമുടി ഉയരൽ ചടങ്ങോടെ തെയ്യക്കാലം അവസാനിക്കുന്നു. എന്നാൽ വർഷത്തിൽ എല്ലാ കാലത്തും കെട്ടിയാടപ്പെടുന്ന തെയ്യമാണ് നീലിയാർ ഭഗവതി തെയ്യം. കർക്കിടക മാസം 2 മുതൽ 16 വരെ മാങ്ങാട്ട് നീലിയാർ കോട്ടത്തിലെ ഭഗവതി ആരൂഢസ്ഥാനമായ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിലാണുണ്ടാവുക എന്ന വിശ്വാസത്താൽ ആ സമയത്ത് മാത്രം ഈ തെയ്യം കെട്ടിയാടിക്കുന്നില്ല. എല്ലാ മാസസംക്രമത്തിനും കുടുംബവകയായും മറ്റു ദിവസങ്ങളിൽ ഭക്തരുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ചും തെയ്യം കെട്ടിയാടുന്നു. സന്താന സൗഭാഗ്യത്തിനും മംഗല്യഭാഗ്യത്തിനും ഭക്തർ നീലിയാർ ഭഗവതിയെ കെട്ടിയാടിക്കാൻ നേർച്ച നേരാറുണ്ട്. വലിയ തമ്പുരാട്ടി തെയ്യത്തിനോട് വളരെ സാദൃശ്യമുള്ള കോലമാണ് നീലിയാർ ഭഗവതിയുടെ. വലിയ മുടി, മുഖത്തെഴുത്ത് എന്നിവയിൽ സാദൃശ്യം. വണ്ണാൻ സമുദായക്കാരാണ് ഈ തെയ്യം കെട്ടിയാടുന്നത്. കരക്കാട്ടിടം നായനാർ ആചാരം കൊടുത്തവർക്ക് മാത്രമാണ് ഈ തെയ്യം കെട്ടാൻ അനുവാദം. പാരിസ്ഥിതികമായി ഏറെ പ്രാധാന്യമുള്ള ചെറിയൊരു കുന്നിൻപുറത്താണ് ഈ കാവ്.
ജൈവ വൈവിധ്യം കൊണ്ട് സമ്പന്നമാണ് നീലിയാർ കോട്ടവും പരിസരവും. മരക്കാശാവ് ആണ് പ്രധാന മരം. നാട്ടിലിപ്പ, മരോട്ടി, കാരമാവ് തുടങ്ങിയ മരങ്ങളുമുണ്ട്. മനുഷ്യർ നിരന്തരം ഇടപെടുന്ന മേൽഭാഗത്ത് കുറുങ്കനി എന്ന കുറ്റിച്ചെടി വളരുന്നുണ്ട്. ഓരിലത്താമര, കൽത്താമര തുടങ്ങിയ അപൂർവ ഔഷധച്ചെടികളും, ചെറുമാവ്, മരവാഴ, സീതമുടി, ഡെലീഷോസം എന്നീ ഓർക്കിഡുകളും ഈ കാവിലുണ്ട്. കല്ലാൽ എന്ന ആൽമരവും ഈ കാവിലുണ്ട്. ഇതിൻ്റെ പഴം പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും ഏറെ പ്രിയങ്കരമാണ്. മഴക്കാലത്ത് കാവിനുള്ളിൽ നിന്നും ഒരു അരുവി ഉത്ഭവിക്കാറുണ്ട്. നീലിയാർ കോട്ടത്ത് ദർശനത്തിനെത്തുന്നവർ ഇവിടുത്തെ പരിസ്ഥിതിക്ക് യാതൊരു കോട്ടവും വരുത്താത്ത രീതിയിൽ വേണം ദർശനം നടത്തി മടങ്ങുവാൻ. കണ്ണൂർ ടൗണിൽ നിന്നും 15 കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്ക്. കണ്ണൂർ തളിപ്പറമ്പ് റൂട്ടിൽ വന്ന് ധർമ്മശാലയെത്തിയാൽ 2 കിലോമീറ്റർ ദൂരം മാത്രമേ നീലിയാർ കോട്ടത്തേക്കുള്ളൂ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്ത പ്രദേശത്താണ് നീലിയാർ കോട്ട. നീലിയാർ കോട്ടവും പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ മാത്രമാണ്.